ഹായ് ആൾ സഹകാരിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് എന്താണ് വൈറ്റമിൻസിന്റെ എന്താണ് അപര്യാപ്തത രോഗങ്ങളും അതിന്റെ മറ്റ് സവിശേഷതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ എന്താണ്ടാ നോക്കാൻ പോകുന്നത്? ഇത് നമ്മൾ അതിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. പിന്നെ നമുക്ക് നോക്കാണ്ട് നമ്മുടെ മൂന്ന് പി വൈക്കും ആ പി വൈക്കും കൂടെ നമുക്ക് എന്താണ് നോക്കിയിട്ട് ക്ലാസ് തുടങ്ങാം. ഓക്കെ, എന്താണ്ട ചോദ്യം എന്താണ്ട? മനുഷ്യനിൽ ജീവകം B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, B3 അഥവാ നിയാസിൻ. ഓപ്ഷൻ ഏതൊക്കെയാണ്? പെല്ലഗ്ര ഉണ്ട്, സ്കർവി ഉണ്ട്, ബെറിബെറി ഉണ്ട്, റിക്കറ്റ്സ് ഉണ്ട്. നമ്മളിതെല്ലാം നോക്കിയാണ്, നമ്മളെല്ലാം അതായത് നമ്മുടെ 13 ജീവകങ്ങളുടെ അപര്യാപ്തത രോഗം നമ്മൾ നോക്കിയാണ്. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. റിക്കറ്റ്സ് ഏതാണ്ട് നമ്മൾ പഠിച്ചു. റിക്കറ്റ്സ് എന്താണ്? നമ്മുടെ എല്ലിനെയൊക്കെ എന്താണ് നമ്മുടെ എല്ലിന്റെ എന്താണ് വിരൂപതയ്ക്ക് കാരണമാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് അഥവാ പിള്ളവാദം എന്ന് പറയുന്നത്. അതേതാണ്? വൈറ്റമിൻ ഡി എന്ന് നമ്മൾ പറഞ്ഞു. സ്കർവി ഏതാണ്ട്? സ്കർവി നമ്മുടെ നമ്മുടെ മോണയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏതാണ്? സി നമ്മൾ പറഞ്ഞു സി. അപ്പൊ ആൻസർ അതാണോ? അതുമല്ല, B3 ആണ് നമ്മൾ ചോദിച്ചത്. അടുത്ത ബെറിബെറി നമ്മൾ പറഞ്ഞു. ഏതാണ്? നമ്മൾ ബി കോംപ്ലക്സ് പിടിച്ചപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞാണ് ബെറിബെറി ഏതാണ്? B1 ആണ് ബെറിബെറി. അർത്ഥം നമ്മൾ പറഞ്ഞു. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്ക് വയ്യ, ഐ കാണ്ട്. അപ്പൊ B1 അപര്യാപ്ത രോഗമാണ് ബെറിബെറി. അപ്പൊ എന്താണ്? നമ്മുടെ പെല്ലഗ്ര. അപ്പൊ നിയാസിൻ അഥവാ പെല്ലഗ്ര അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് 4D സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 4D സിൻഡ്രോം ഏതൊക്കെയാണ്? ഡി ഏതൊക്കെയാണ്? ഡയേറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡെത്ത്. 4D സിൻഡ്രോം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്ട? മനുഷ്യനിൽ B3 അഥവാ നിയാസിൻ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. പെല്ലഗ്രിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷനിൽ സ്കർവി എന്താണ്ട? വൈറ്റമിൻ സിയുടെയാണ്. റിക്കറ്റ്സ് ഏതാണ്? ഡിയുടെയാണ്. ഏതാണ്? B1ൻ്റെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു വയ്ക്ക് നമുക്ക് സെറ്റാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയാണ്. 2021 ചോദിച്ചൊരു ചോദ്യമാണ്. അത് മെയിനായിട്ട് എന്താണ്? ഈ അപര്യാപ്തത രോഗം തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ പെല്ലഗ്ര തന്നെ എന്താണ് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. എന്താണ് പെല്ലഗ്ര താഴെ പറയുന്ന ഏത് വൈറ്റമിൻസിന്റെ അപര്യാപ്ത രോഗമാണെന്ന് തിരിച്ചെന്ന പലതവണ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരിക ഒരു മേഖലയാണിത്. ഓക്കെ, നമ്മളത് നോക്കി. അടുത്ത എന്താണ്ടാ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്നാണ് ചോദ്യം. നമ്മൾ 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? വൈറ്റമിൻ എ. ബി എന്താണ്? വൈറ്റമിൻ ഡി. സി എന്താണ്? വൈറ്റമിൻ കെ. ഡി എന്താണ്? വൈറ്റമിൻ ഇ. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്ടാ? വൈറ്റമിൻ കെ ആണ് നമ്മൾ പറഞ്ഞു. ഏതാണ്ട്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കുറവ് മൂലം നമുക്ക് വരുന്ന ഒരു രോഗം നമ്മൾ പറഞ്ഞു ഹീമോഫീലിയയുടെ മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു, അപരനാമങ്ങൾ എന്തൊക്കെയാണ്? രാജകീയ രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ്? വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കണയാണോ? സ്കർവി ആണോ? അനീമിയ ആണോ? ഗോയിറ്റർ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. അനീമിയ ഏതാണ്ട്? അനീമിയ B6ന്റെ അതായത് നമ്മളെ പിരിഡോക്സിൻ B6ന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന ഒരു രോഗമാണ് അനീമിയ. സ്കർവി ഏതാണ്ട്? അത് സി ആണ്. അപ്പൊ ബിയും ഡി എന്തായാലും നമുക്ക് വരില്ല. ഗോയിറ്റർ എന്താണ്ട? ഗോയിറ്റർ നമ്മൾ തൊണ്ടയിൽ വരുന്നുണ്ട്, നമ്മുടെ അയഡിന്റെ കുറവ് മൂലം. ഓക്കെ, നമ്മുടെ അയഡിന്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണെന്നാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതാണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, കണ അഥവാ പിള്ളവാദം അഥവാ എന്താണ് റിക്കറ്റ്സ്. നമ്മുടെ എല്ലുകളുടെ എല്ലുകൾ വിരൂപമായി തീരുന്ന ഒരു അസുഖമാണ് എന്താണ് കണ എന്ന് പറയുന്നത്. കണ വൈറ്റമിൻ ഡിയുടെ ഒരു അപര്യാപ്തത രോഗമാണ്. ഇത് PSC എത്ര തവണ ചോദിച്ചിരുന്നു? PSC ഇനി അറിഞ്ഞു. ഓക്കെ, പലതവണ വൈറ്റമിൻ എന്ന മേഖലയിൽ പലതവണ റിപ്പീറ്റ് അടിച്ചത് ഈ കണയും വൈറ്റമിൻ ഡിയും. ഓക്കെടാ, നമുക്ക് എന്താണ് ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്ട, ജീവകങ്ങൾ കണ്ടെത്തിയതാര്? നമ്മുടെ വൈറ്റമിൻസ് കണ്ടെത്തിയതാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, കാസിമർ ഫങ്ക്. ബി, എൽമർ മക്കൊല്ലം. സി, ഫെഡറിക് ഹോപ്കിൻസ്. ഡി, ഹെൻറി ഡാ. അപ്പൊ ആരാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്? നമ്മൾ 2 പോയിന്റ്സ് അവിടെ പറഞ്ഞു. നമ്മൾ തുടക്ക ക്ലാസ്സിൽ പറഞ്ഞാണ് ജീവകം കണ്ടെത്തിയ ഒരാളും ജീവകൾക്ക് ഈ പറയുന്ന പേരുകൾ നൽകിയത് മറ്റൊരാളാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളെ ജീവകങ്ങൾ കണ്ടെത്തിയതാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഹെൻറി ഡാം കണ്ടെത്തിയതാണ് വൈറ്റമിൻ എ ആണ്. ഹെൻറി ഡാം കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു. ഓക്കെ, എൽമർ മക്കൊല്ലം ഏതാണ്ട? വൈറ്റമിൻ എ കണ്ടെത്തിയതിൽ ഒരാളാണ് എൽമർ മക്കൊല്ലോ എന്ന് പറഞ്ഞു. മാഗ്രറ്റ് ഡേവിസും എൽമർ മക്കല്ലോ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മൾ എയും അല്ലെങ്കിൽ സി. ഓക്കെ, അപ്പൊ എയും സി ഇതിൽ ഏതാണ്ട ജീവകങ്ങൾ കണ്ടെത്തിയ ആരാണ്? നമ്മുടെ കാസിമർ ഫങ്ക് എന്താണ് ചെയ്തത്? പേര് നൽകുകയാണ് ചെയ്തത്. വൈറ്റമിൻസിന് പേരിടൽ ചടങ്ങ് നടത്തിയത്. അപ്പൊ വൈറ്റമിൻസിന് പേരിട്ട് ആരാണ്? അത് കാസിമർ ഫങ്ക്. ഓക്കെ, അപ്പൊ ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ്ട? ഫെഡറിക് ഹോക്കിൻസ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി.
ഓക്കെ, അപ്പൊ ജീവകങ്ങൾ കണ്ടെത്തിയ ആരാണ്ട? ഫെഡറിക് ഹോപ്കിൻസും വൈറ്റമിൻസ് എന്ന പേര് നൽകിയത്, അതായത് വൈറ്റമിൻസിന്റെ പേരുകൾ നൽകിയ ആരാണ്ട? അത് കാസിമർ ഫങ്കു ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് വൈറ്റമിൻ പേര് നൽകിയ ആരാണ്? നമ്മുടെ ഓപ്ഷൻ ബി കാസിമർ ഫങ്ക്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത, നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. താഴെ പറയുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ഏത്? നമ്മൾ എന്താണ് വൈറ്റമിൻസിന് എന്താണ് അതിന്റെ ലയിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും ജലത്തിൽ ലയിക്കുന്നവ എന്ന് രണ്ടായിട്ട് തരം തിരിച്ചു. അതിൽ ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? ബിയും സി ആണെന്ന് പറഞ്ഞു. കൊഴുപ്പിൽ ലയിക്കുന്നതിന് അടക്കം നമ്മൾ പറഞ്ഞു. നമുക്ക് ഓപ്ഷൻ നോക്കാം. ജീവകം സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ്? അല്ല. ജീവകം സി എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. ജീവകം ബി എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. അതായത് ബിയും സിയും ജലത്തിൽ ലയിക്കുന്നതാണ്. ഓക്കെ, ഡി ഇവയൊന്നുമല്ല, നമുക്ക് മാറ്റാം. സി ജീവകം എ. അപ്പൊ ഓപ്ഷൻ സി ഏതാണ്? ജീവകം എ. അപ്പൊ നമ്മള് എ ഡി ഇ കെ അടക്കം നമ്മൾ പറഞ്ഞില്ലേ കൊഴുപ്പിൽ ലയിക്കുന്നവ. അപ്പൊ അതിൽ ഏതാണ്ട് നമുക്ക് എ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നത്, നമ്മൾ നേരത്തെ കൊഴുപ്പിൽ ലയിക്കുന്നില്ലേ പറഞ്ഞ, താഴെ പറഞ്ഞതിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? ജലത്തിൽ നോക്കാം. ഓപ്ഷൻ എ ജീവകം ഡി, ഓപ്ഷൻ ബി ജീവകം ഇ, ഓപ്ഷൻ സി ജീവകം കെ, പിന്നെ എന്താണ്? ജീവകം സി. അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ഏതാണ്? നമ്മൾ പറഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു എ ഡി ഇ കെ അടക്ക്. ഓക്കെ, അപ്പൊ ജലത്തിലാണെങ്കിൽ ഏതാണ്? നമ്മൾ ബാക്കി രണ്ടെണ്ണം ഏതൊക്കെയുണ്ട? ബിയും സിയും. അപ്പൊ ബിയും സി ഇതിൽ ഓപ്ഷനിലുണ്ടോ? ബിയും സി ഏതുണ്ട്? എന്നാൽ അടക്കും നമ്മൾ ഓപ്ഷൻ ഡി ജീവകം സി. അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം എന്താണ്ട? ജീവകം എയുടെ രാസനാമം ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? അസ്കോർബിക് ആസിഡ് ആണോ? റെറ്റിനോൾ ആണോ? കാൽസിഫെറോൾ ആണോ? ടോക്കോഫെറോൾ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമം, രാസനാമം ഏതെന്നാണ് ചോദ്യം. എന്താണ്? അസ്കോർബിക് ആസിഡ് ആണോ? റെറ്റിനോൾ ആണോ? കാൽസിഫെറോൾ ആണോ? ടോക്കോഫെറോൾ ആണോ? ഏതാണ് ജീവകം എയുടെ രാസനാമം ഏതാണ്? നമുക്ക് നോക്കാം. അസ്കോർബിക് ആസിഡ് ഏതാണ്? വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി ആണ്. ഓക്കെ, കാൽസിഫെറോൾ ഏതാണ്? കാൽസിഫെറോൾ ഏതാണ്? നമ്മുടെ വൈറ്റമിൻ ഡി ആണ്. ടോക്കോഫെറോൾ ഏതാണ്? ഈ ടോക്കൺ എന്ന് പറഞ്ഞു. ഈ ടോക്കൺ വൈറ്റമിൻ ഇ. അപ്പൊ ഏതാണ്? റെറ്റിനോൾ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്ട്? ഓപ്ഷൻ ബി റെറ്റിനോൾ. അപ്പൊ ജീവകം എയുടെ രാസനാമം ഏതാണ്ട്? ഓപ്ഷൻ ബി റെറ്റിനോൾ. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നേ. നമുക്ക് അടുത്ത് നോക്കാം. ത്വക്ക്, കണ്ണ്, മുടി. ഏക്കേണ്ട കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതെന്നാണ്? ജീവകം എ ആണോ? ജീവകം ബി ആണോ? ജീവകം സി ആണോ? ജീവകം ഡി ആണോ? നമ്മുടെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായത് നമ്മൾ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്കൂൾ ഡ്രസ്സിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഏതാണ്ടാ? നമ്മുടെ ജീവകം എ. അതായത് നമ്മൾ ഓപ്ഷൻ എ ജീവകം എ. ഓക്കെ, അപ്പൊ ജീവകം എ എന്തിനൊക്കെ വേണം? നമ്മുടെ കണ്ണിന്റെയും ത്വക്കിന്റെയും മുടിയുടെയും എന്താണ് ആരോഗ്യത്തിന് അത്യാവശ്യമാണ് നമ്മുടെ ജീവകം എ. അടുത്തേതാണ്ട? ജീവകം എയുടെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ ചോദ്യം എന്താണ്? ജീവകം എയുടെ കുറവ് മൂലം നമുക്ക് എന്താണ് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ. സിറോഫ്താൽമിയ ആണോ? കണ അഥവാ റിക്കറ്റ്സ് ആണോ? നിശാന്തത അഥവാ സ്കർവി ആണോ? ഓരോ ഓപ്ഷൻ നോക്കാം. സ്കർവി എന്താണ്ട? വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ്. നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്നു സ്കർവി, വിറ്റമിൻ സി. അടുത്തെന്താണ്ട? കണ അഥവാ റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്താണ്ടാ? നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യനിൽ നോക്കിയാണ്. സിറോഫ്താൽമിയ, നിശാന്തത. അപ്പൊ ഈ രണ്ട് കാര്യം എന്താണ്? നമ്മുടെ എന്താണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം തന്നെയാണ് എന്താണ്? സിറോഫ്താൽമിയ, നിശാന്തത. സിറോഫ്താൽമിയ എന്താണ്ട? നമ്മുടെ നേത്രാവരണം വരണ്ട് അതാര്യമായി മാറുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ കോർണിയയും നേത്രാവരണവും ഒക്കെ വരണ്ടു പോകുന്ന ഒരു അവസ്ഥ. അതായത് വൈറ്റമിൻ എ തുടർച്ചയായി ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ നേത്രാവരണവും കോർണിയൊക്കെ എന്താണ് വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് വരുന്നത്. നമ്മൾ പറഞ്ഞു സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞൊരു പോർഷനാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പൊ ഏതായിരിക്കും? നിശാന്തത എന്താണ്? നമ്മുടെ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ചയ്ക്ക് സാധ്യമാകുന്ന ഒരു കോശങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഏതാണ്? റോഡ് കോശം. അവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ റെറ്റിനാല് ലഭിക്കാതെ വരുമ്പോഴാണ് എന്താണ് നമുക്ക് ഈ അസുഖം വരുന്നത്. ഓക്കെ, നമ്മുടെ റോഡ് കോശങ്ങൾ നിർമ്മിക്കുന്ന ഒരു കാഴ്ച വർണ്ണകമുണ്ട്. ഏതാണ്? റോഡ് കോശം. നമ്മളെ കോൺ കോശം നിർമ്മിക്കുന്ന ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. അപ്പൊ റോഡ് കോശം ഉണ്ടാക്കുന്ന റൊഡോപ്സിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ റെറ്റിനാൽ എന്ന് പറയുന്ന വസ്തു നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വൈറ്റമിൻ എ വേണം. അപ്പൊ നമുക്കിവിടെ വൈറ്റമിൻ എ കുറയാണ്. വൈറ്റമിൻ എ കുറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക്
റോഡോപ്സിന്റെ നിർമ്മാണം അവിടെ എന്താണ് സ്തംഭിക്കും. അപ്പൊ നമുക്ക് എന്താണ് രാത്രികാലങ്ങളിൽ മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയില്ല. ആ ഒരു അസുഖത്തിന്റെ പേരാണ് നിശാന്തത. ഓക്കെ അപ്പൊ സെറ്റാണ്. അപ്പൊ എന്താണ് ജീവകം എയുടെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. സീറോഫ്താൽമിയും വൈറ്റമിൻ എയുടെ കുറവ് മൂലം തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ രാത്രി കാലങ്ങളിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന എന്താണ് റോഡ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാഴ്ച വർണ്ണകമായ റോഡോപ്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന റെറ്റിനാൽ എന്ന് പറഞ്ഞ വസ്തുണ്ട്. ഈ റെറ്റിനാലിന്റെ നിർമ്മാണത്തിന് ഏത് വേണം? വൈറ്റമിൻ എ വേണം. ഓക്കെ സെറ്റാണ്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്ട ഓപ്ഷൻ സി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജീവകം എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും എന്താണ് വരണ്ട് കോർണിയ അതാര്യമാകുന്ന അവസ്ഥ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാൻ പറ്റും. ഏതാണ്? നമ്മുടെ ജീവകം എയുടെ തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുമ്പോൾ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്ന അവസ്ഥ. ഓക്കെ ഏതാണ് നിങ്ങൾ തന്നെ പറയാം. ഏതാണ്ട നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ഓപ്ഷൻ ബി സീറോഫ്താൽമിയ. അടുത്തതാണ് കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം. ഓക്കെ ജീവകം സി ആണോ? ജീവകം ബി ആണോ? ജീവകം എ ആണോ? ജീവകം B12 ആണോ നമ്മുടെ കരളിൽ സംഭരിക്കുന്നത്? ജീവകം ഏതാണ്ട? ജീവകം എ ആണ്. നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ അടുത്ത പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. ഓക്കെ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രോ വൈറ്റമിൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതെന്നാണ് ചോദ്യം. ഓക്കെ റൊഡോപ്സിനാണോ? ഫോട്ടോപ്സിനാണോ? ഹീമോഗ്ലോബിനാണോ? ബീറ്റാ കരോട്ടിനാണോ? നമ്മൾ റൊഡോപ്സിനും ഫോട്ടോപ്സിനും നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ കണ്ണിലുള്ള എന്താണ് നമ്മുടെ റോഡ് കോശവും കോൺ കോശവും നിർമ്മിക്കുന്ന കാഴ്ച വർണ്ണകങ്ങളാണ് എന്താണ് റൊഡോപ്സിനും ഫോട്ടോപ്സിനും എന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിൻ എന്താണെന്ന് നമുക്കറിയാം, രക്തത്തിലെ ഭാഗമാണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ഏതാണ്ട ബീറ്റാ കരോട്ടിനാണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്താണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ഓക്കെ ഏതാണ്? നിങ്ങൾക്ക് ഇത് ഏറ്റവും സിമ്പിൾ ഫോമാണ് നമ്മൾ പറഞ്ഞു, ഏറ്റവും എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞു. മെയിനായിട്ട് ആ ജീവകത്തിൽ മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണ്? ഈ ഒരു ചോദ്യം തന്നെയാണ്. ഇതും അതിന്റെ അപര്യാപ്ത രോഗം തന്നെയാണ്. ഓക്കെ ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കാം? ജീവകം എ, ജീവകം സി, പിന്നെ ഏതാണ്? ജീവകം ഡി, ജീവകം ഇ. ഏതാണ് നമ്മുടെ ആൻസർ? ജീവകം ഡി. ഓക്കെ നമ്മളെ പല്ലിന്റെ എല്ലിന്റെ ആരോഗ്യത്തിന് എന്താണ്? ജീവകം ഡി വേണം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കുന്നത് എന്താണ്? ജീവകം ഡി തന്നെയാണ്. ജീവകം ഡിയുടെ മറ്റൊരു ഉറവിടം നമ്മുടെ പാലുൽപ്പന്നങ്ങൾ ജീവകം ഡിയുടെ മറ്റൊരു ഉറവിടമാണെന്ന് നമ്മൾ പറഞ്ഞു. സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരം സ്വന്തമായി നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതെന്നാണ് ചോദ്യം. ഓക്കെ വൈറ്റമിൻ എ ആണോ? സി ആണോ? ഡി ആണോ? കെ ആണോ? നമ്മൾ നോക്കി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സഹായത്തിൽ നമ്മുടെ ശരീരത്തെ നിർമ്മിക്കുന്നതും പിന്നെ കാൽസ്യത്തിന്റെ ഫോസ്ഫറസിന്റെ ആഗിരണത്തിന് നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് നമ്മുടെ എല്ലിന്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നത് ഏതാണ്? ഈ വിറ്റമിൻ തന്നെയാണ്. നമ്മുടെ ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇത് എളുപ്പമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഓക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ്. ഓക്കെ അപ്പൊ നമ്മളിത് കുറച്ച് നേരമായിട്ട് എന്താണ് ഈ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് അടിച്ചു വരികയാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ മറക്കില്ല. വൈറ്റമിൻ ഡി കാണാതെ റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി കാണാതെ റിക്കറ്റ്സ്. ഓക്കെ നമ്മൾ കുറേ തവണയായിട്ട് നമ്മൾ റിപ്പീറ്റ് അടിക്കുകയാണ്. ഓക്കെ കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം. ഈ ചോദ്യം ഷുവർ ഷോട്ട് ആണ് ഈ ചോദ്യം. ഓക്കെ കാണാ റിക്കറ്റ്സ് വൈറ്റമിൻ ഡി ഒക്കെ എന്താണ് എത്ര തവണയും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ജീവകം ഡിയുടെ രാസനാമം എന്താണ്? ജീവകം ഡിയുടെ രാസനാമം നമുക്ക് റെറ്റിനോൾ. റെറ്റിനോൾ ഏതിന്റെ ആണ് നമ്മൾ പറഞ്ഞാണ്. റെറ്റിനോൾ ഏതാണ്? ജീവകം എയിലാണ് റെറ്റിനോൾ. പിന്നെ ഫിനോക്കിനോൾ ഏതാണ്? ഫിനോക്കിനോൾ ഏതാണ്ട് വൈറ്റമിൻ കെ ആണ്. ഫിനോക്കിനോൾ വൈറ്റമിൻ കെ ആണ്. റെറ്റിനോൾ എ ആണ്. ടോക്കോഫെറോൾ ഏതാണ്? ഈ ടോക്കൺ വൈറ്റമിൻ ഇയുടെ ആണ്. അപ്പൊ കാൽസിഫെറോൾ ഏതാണ്ട് വൈറ്റമിൻ ഡിയുടെ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. ഓക്കെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മൾ കുറെ പറഞ്ഞു സൺഷൈൻ വൈറ്റമിൻ, സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഏത് വൈറ്റമിൻ ആണ്ട? ജീവകം എ ആണോ? അതോ ജീവകം സി ആണോ? ജീവകം ഡി ആണോ? ജീവകം ഇ ആണോ? നമ്മൾ പറഞ്ഞു ജീവകം ഇ ഏതാണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞു. സി എന്താണ്? യുവത്വം നിലനിർത്തുന്ന വൈറ്റമിൻ, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ അപ്പൊ സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? നമുക്ക് സൂര്യപ്രകാശം എന്ന് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സൂര്യപ്രകാശം ലഭിക്കുന്ന ഏതാണ്ട? നമ്മുടെ ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ്. ഓക്കെ അടുത്ത ചോദ്യം എന്താണ്ട? ജീവകം ഇയുടെ രാസനാമം. ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു ചോദ്യത്തിൽ. അപ്പൊ എന്താണ്? ടോക്കോഫെറോൾ ആണോ? റെറ്റിനോൾ ആണോ? നിയാസിനാണോ? ബയോട്ടിനാണോ? ടോക്കോഫെറോൾ. ഈ ടോക്കൺ നമ്മൾ പറഞ്ഞു. ഈ ടോക്കൺ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. റെറ്റിനോൾ ഏതാണ്? എ ആണ്. നിയാസിൻ ഏതാണ്ട? നിയാസിൻ B3 ആണ്. നിയാസിൻ
ബയോട്ടിൻ ഏതാണ്ട B7 ആണ് ബയോട്ടിൻ. ഓക്കെ, B7 ആണ് ബയോട്ടിൻ. അപ്പൊ ജീവകം ഇയുടെ രാസനാമം ഏതാണ്? ഓപ്ഷൻ എ ടോക്കോഫെറോൾ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം എന്നാണ് അടുത്ത ചോദ്യം. ഏതാണ്ട ബ്യൂട്ടി വൈറ്റമിൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ആണോ? അതായത് നമ്മുടെ ജീവകം എ ആണോ? ജീവകം സി ആണോ? പിന്നെന്താണ് ജീവകം ഡി ആണോ? പിന്നെന്താണ് ജീവകം ഇ ആണോ എന്നാണ് ചോദ്യം ഓപ്ഷനിലുള്ളത്. ബ്യൂട്ടി ഞാൻ പറഞ്ഞു, കളക്ട് ചെയ്യാൻ പറഞ്ഞു. ബ്യൂട്ടി ടി, അതായത് ഇ, ആ ഒരു പ്രൊണൗൺസിയേഷൻ അല്ലേ, ബ്യൂട്ടി ഇ. അപ്പൊ ഏതാണ് ജീവകം ഡി. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ ജീവകം ഇ, ബ്യൂട്ടി ഇ വെച്ച് കണക്ട് ചെയ്തോളാം. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ ജീവകം ഇ. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ അവയവം, നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്ടാ? ജീവകം എ ആണോ? ജീവകം ഇ ആണോ? പിന്നെ ഏതാണ്ട ജീവകം ഡി ആണോ? ജീവകം എ ആണോ? ഇതിൽ ഏതാണ്ട നമ്മുടെ പ്രത്യുൽപാദനം, നമ്മുടെ ശരീരത്തിലെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്ട? ജീവകം ഇ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. നമ്മുടെ എന്താണ് ഹൃദയത്തിന് ആവശ്യമായ, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷികമായ ഒരു വൈറ്റമിനാണ് ജീവകം ഇ. അടുത്ത ചോദ്യം എന്താണ്ട? മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ഓക്കെ, അപ്പൊ മുറിവുണ്ടാവും, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മുറിവുണ്ടാവുമ്പോൾ എന്താണ് അവയുടെ എന്താണ് നമ്മുടെ രക്തസ്രാവം കുറയ്ക്കുന്നതിന് വേണ്ടി, നമുക്ക് ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾ വരാതെ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? നമ്മൾ റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഏതാണ് ജീവകം കെ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, എടാ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ടോക്കോഫെറോൾ, ഈ ടോക്കൺ നമ്മൾ പറഞ്ഞു, ഈ ടോക്കൺ അപ്പൊ ഈയുടെ ആണ്. കാൽസിഫെറോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാണ്, കാൽസിഡി. റെറ്റിനോൾ ഏതാണ്? എ, റെറ്റിനോൾ എ. അപ്പൊ ഏതാണ് ജീവകം കെ? ഏതാണ്? ഫിനോക്കിനോൾ. ജീവകം കെ ഫിനോക്കിനോൾ, ജീവകം കെ ഫിനോക്കിനോൾ. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്താ? വൻകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റമിനുകളിൽ ഒന്ന് ഇതിലേതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വൻകുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിനുകൾ ഇതിലൊന്ന് നമ്മുടെ വൻകുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്നതാണ്. ഓപ്ഷൻ, ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. ജീവകം എ ആണോ? ജീവകം സി ആണോ? ജീവകം ഡി ആണോ? ജീവകം കെ ആണോ? വൻകുടലിലെ ബാക്ടീരിയ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. നമ്മൾ 3 വൈറ്റമിൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, പണ്ട് പഴയ സ്കൂൾ ഡ്രസ്സിൽ ഒരെണ്ണം മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ സ്കൂൾ ഡ്രസ്സിൽ 3 ജീവകങ്ങളുടെ കാര്യമാണ് പറയുന്നുള്ളത്. ഓക്കെ, അപ്പൊ വൻകുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ്ടാ? ജീവകം കെ ആണ്. ഓക്കെ, ജീവകം കെ. മറ്റു രണ്ടെണ്ണം ഏതൊക്കെയുണ്ടാ? B5ഉം B7ഉം എന്താണ് നമ്മുടെ വൻകുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകങ്ങളാണ്. ഇത് നമ്മുടെ സ്കൂൾ ഡ്രസ്സിൽ ഉണ്ടായിരുന്നതാണ്. ഈ കെ പഴയ സ്കൂൾ ഡ്രസ്സിൽ കെ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ പുതിയ മാറിയ സ്കൂൾ ഡ്രസ്സിൽ എന്താണ് അവർ ഈ B5ഉം B7ഉം കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കി വെച്ചിട്ട് പോകണം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണത്. അടുത്തെന്താ? ജീവകം സിയുടെ രാസനാമം എന്താണെന്നാണ്? അസ്കോർബിക് ആസിഡ് ആണോ? ഫോളിക് ആസിഡ് ആണോ? നിയാസിൻ ആണോ? റെറ്റിനോൾ ആണോ? ഓക്കെ, അപ്പൊ നോക്കാം സി ഏതാണ്. സി നോക്കാം. റെറ്റിനോൾ ഏതാണ്? നമ്മൾ നേരത്തെ കുറെ നേരം ഏതാണ്? നിങ്ങൾ തന്നെ പറ. ഏതാണ്? എ റെറ്റിനോൾ എ. നിയാസിൻ ഏതാണ്? നിയാസിൻ അതോ നിക്കോട്ടിനിക് ആസിഡ് ഏതാണ്? B3. ഫോളിക് ആസിഡ് ഏതാണ്? ബി കോംപ്ലക്സ് വരുന്നത്. ഫോളിക് ആസിഡ് B9. അസ്കോർബിക് ആസിഡ് ഏതാണ്ട്? സി. അസ്കോർബിന്റെ സി, അതിൽ സ്കോബ് വെച്ച് നമ്മൾ സി കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്, നമ്മുടെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ സി. ഓക്കെ, പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം ഏതെന്നാണ്? നമ്മുടെ പല്ലിന്റെയും മോണയുടെയും രക്തക്കുഴലിന്റെ ആരോഗ്യത്തിന് വേണം. പിന്നെന്താണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീവകം എ ആണോ? ജീവകം ബി ആണോ? ജീവകം സി ആണോ? പിന്നെ ഏതാണ്? ജീവകം ഡി ആണോ? ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ജീവകം സി. നമ്മൾ പറഞ്ഞു നമ്മുടെ പല്ല്, മോണ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് മോണ, സ്കർവി വരുന്നത്, നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന. പിന്നെ ഇമ്പോർട്ടന്റ് ഏതാണ്? രോഗപ്രതിരോധ ശേഷിക്ക്. ഓക്കെ, മുറിവുണങ്ങുന്നതിന് സഹായിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ ആദ്യ ഘട്ടം തന്നെ എന്താണ്? മുറിവുണങ്ങലാണ്. അപ്പൊ അതിന് സഹായിക്കുന്നത് സി ആണ്. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ മോണയും രോഗപ്രതിരോധ ശേഷിയും ഏതാണ്? നമ്മുടെ വൈറ്റമിൻ സി ആണ്. ഓക്കെ, ജീവകം സിയുടെ അപര്യാപ്തത രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിശാന്തത ഏതാണ്ട? നിങ്ങൾ തന്നെ പറ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞത്. നിശാന്തത ഏതാണ്? ഏത് രോഗത്തിന്റെ അപര്യാപ്ത രോഗമാണ്? നിങ്ങൾ പറഞ്ഞ നിശാന്തത ഏതാണ്ട? വൈറ്റമിൻ എ പറഞ്ഞു. ഓക്കെ, അടുത്തതാണ് ബെറിബെറി ഏതാണ്? ഐക്കാണ്ട് എനിക്ക് വയ്യ. ബെറിബെറി ഏതാണ്? B1 ആണ്. കണ ഏതാണ്? നമ്മൾ കുറേ ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, അത്
അപ്പോഴും നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. കാരണം ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സെറ്റാണ് നിങ്ങൾ. സ്കർവി ഏതാണ്ട? സി. സ്കർവി നാവികരുടെ പ്ലേഗ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ സി. ഓക്കെ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം നിങ്ങൾ പറഞ്ഞ സിമ്പിൾ സാധനം ഏതാണ്ട? നമ്മുടെ അനീമിയ അല്ല, ബെറിബെറി അല്ല, പെല്ലഗിരി അല്ല, 4D സിൻഡ്രോം പെല്ലഗിരി അല്ല. നമ്മുടെ ആൻസർ ഏതാണ്ട? നാവികരുടെ പ്ലേഗ് ഏതാണ്ട? സ്കർവി. ഓപ്ഷൻ എ സ്കർവി. ഓക്കെ, അടുത്ത് നോക്കാം. മുറിവുണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു രോഗപ്രതിരോധ ശേഷിക്കും എന്നാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് തന്നെ മുറിവുണങ്ങലാണ്. അപ്പൊ അതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്ടാ? വൈറ്റമിൻ സി. നമ്മുടെ ഓപ്ഷൻ സി വൈറ്റമിൻ സി. ഓക്കെ, ഒക്കെ എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത B1ന്റെ അപര്യാപ്തത രോഗമാണ് നമ്മൾ പറയുന്നത്. B1 അഥവാ തയാമിന്റെ അപര്യാപ്തത രോഗം. ഓക്കെ, അനീമിയ ഏതിന്റെയാണ്? നമ്മൾ ഓപ്ഷനിൽ അനീമിയ ഉണ്ട്, സ്കർവി ഉണ്ട്, പിന്നെ ഏതാണ്ടാ? ബെറിബെറി ഉണ്ട്, പിന്നെ ഏതാണ്ടാ? പെല്ലഗിരി ഉണ്ട്. അനീമിയ ഏതാണ്? B6ന്റെ ആണെന്ന് പറഞ്ഞു. സ്കർവി നമ്മൾ നേരത്തെയും പറഞ്ഞു വൈറ്റമിൻ സി ആണ്. പിന്നെ എന്താണ്? പെല്ലഗിര ഏതാണ്? B3 നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡിന്റെയാണ്. നിക്കോട്ടിനിക് ആസിഡിന്റെ അപര്യാപ്തത രോഗമാണ് ഏതാണ്? പെല്ലഗിര എന്ന് പറയുന്നത്. 4D സിൻഡ്രോം. അപ്പൊ ബെറിബെറി എനിക്ക് വയ്യ. നമ്മുടെ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ബി നിയാസിൻ അഥവാ B1. സോറി, നമ്മളെ B1 തയാമിൻ അഥവാ തയാമിന്റെ അപര്യാപ്തത രോഗം ഏതാണ്ട? നമ്മുടെ ബെറിബെറി. ഓക്കെ, വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. വൈറ്റമിൻ ജി. ഓക്കെ, ഏതൊക്കെയുണ്ട് ഓപ്ഷൻ? ഏതൊക്കെയുണ്ട? ജീവകം B1 ആണോ? ജീവകം B2 ആണോ? B3 ആണോ? B5 ആണോ? ഏതാണ്ട വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ജി പാർലേജി ബിസ്ക്കറ്റ് വെച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ നമ്മളെ പാലിന് എന്താണ്? മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. ഏതാണ്ട? നമ്മുടെ B2. ഏതാണ്? B2. അപ്പൊ വൈറ്റമിൻ ജി ഏതാണ്? B2. ഓക്കെ, B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. B3 ഏതാണ്? നിങ്ങൾ തന്നെ പറഞ്ഞാണ് B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്ട? പെല്ലഗ്ര. സി. ഓക്കെ, എളുപ്പമുള്ള ചോദ്യം. 4D സിൻഡ്രോം ഏതാണ്ട? ഞാൻ നേരത്തെയും പറഞ്ഞു. ഏതാണ്? സിറോഫ്താൽമിയ ആണോ? സ്കർവി ആണോ? അതെന്താണ്? ബെറിബെറി ആണോ? പെല്ലഗ്രി ആണോ? 4D സിൻഡ്രോം നമ്മുടെ ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡയേറിയ, ഡെത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്ടാ? നമ്മുടെ പെല്ലഗ്രി തന്നെയാണ്. ഓക്കെ, ജീവകം എച്ച്. നമ്മൾ നേരത്തെ ജീവകം GB2 എന്ന് പറഞ്ഞു. എച്ച് പറഞ്ഞ ജീവകം എച്ച് എന്നറിയപ്പെടുന്ന നമ്മുടെ വൈറ്റമിൻ ഏതാണ്ടാ? B5 ആണോ? B6 ആണോ? B7 ആണോ? B9 ആണോ? ഏതാണ്ടാ? BH എന്നറിയപ്പെടുന്നത്. സോറി, ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്ടാ? B7. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ B9 അഥവാ ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അനീമിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. പെർനീഷ്യസ് അനീമിയ ആണോ? മൈക്രോസൈറ്റിക് അനീമിയ ആണോ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണോ? എന്താണ്? ഹീമോലൈറ്റിക് അനീമിയ ആണോ? B9ന്റെ അപര്യാപ്തത രോഗം ഏതാണ്ടാ? നമ്മുടെ മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. അപ്പൊ B9 അഥവാ ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത രോഗം ഏതാണ്ടാ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ അഥവാ ഓപ്ഷൻ സി ആണ് B9ന്റെ അപര്യാപ്തത രോഗം. അടുത്ത് കൊബാൾട്ട് അടങ്ങിയ ജീവകം ഏത്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞാണ്. കൊബാൾട്ട് അടങ്ങിയ ജീവകം B6 ആണോ? B7 ആണോ? B9 ആണോ? B12 ആണോ? കൊബാൾട്ട്. അതിന്റെ രാസനാമം തന്നെ എന്താണ്? സൈനോ കൊബാലുമിൻ എന്നാണ്. കൊബാൾട്ട് ഏതാണ്? ജീവകം B12. ഓപ്ഷൻ ഡി. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഴവെള്ളം. ഓക്കെ, ജീവകം സി ആണോ? ജീവകം ഡി ആണോ? ജീവകം B12 ആണോ? ജീവകം എ ആണോ? മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണ് പറഞ്ഞേ? മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ഏതാണ്ടാ? നമ്മൾ പറഞ്ഞാണ് കൊബാൾട്ട് അടങ്ങിയത് നമ്മൾ പറഞ്ഞു. അനിമൽ വൈറ്റമിൻ നമ്മളൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ്? പെർനീഷ്യസ് അനീമിയൊക്കെ എന്താണ്? ഈ വൈറ്റമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത്. ഏതാണ് മഴവെള്ളത്തിൽ നിൽക്കുന്നത്? B12 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സെറ്റാണ്. ഓക്കെ, B12ന്റെ അപര്യാപ്തത രോഗമാണ് നമ്മൾ നോക്കുന്നത്. B12ന്റെ അപര്യാപ്തത രോഗം. ഓപ്ഷൻ എ പെർനീഷ്യസ് അനീമിയ, ഓപ്ഷൻ ബി മെഗലോബ്ലാസ്റ്റിക് അനീമിയ, പിന്നെ എന്താണ്? ഡെർമറ്റൈറ്റിസ്, പിന്നെ ഏതാണ്? പെല്ലഗ്രി. ഓക്കെ, നമുക്ക് നോക്കാം. പെല്ലഗ്രി പെല്ലഗ്രി ഏതാണ്? നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. ഡെർമറ്റൈറ്റിസ് ഏതാണ്? നമ്മുടെ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന B7ന്റെ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് B9ഉം B12ഉം. ഓക്കെ, ഇവിടെ എന്താണ്? പെർനീഷ്യസ് അനീമിയ ഏതാണ്? അത് B12 ആണ്. പെർനീഷ്യസ് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് മെഗലോ 9. അപ്പൊ B12 ഏതാണ്ട്? പെർനീഷ്യസ് അനീമിയ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നോക്കാം.
വേണ്ട, ജീവകങ്ങളെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, എന്തൊക്കെയാണ് പ്രസ്താവനകൾ വായിക്കാം. ജീവകങ്ങൾ കണ്ടെത്തിയത് കാസിമിർ ഫങ്കാണ്. ഓക്കെ, അവിടെ നിർത്തുക. അടുത്ത എന്താണ്? ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമിർ ഫങ്കാണ്. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് എന്താണ് ശരീരത്തിൽ വിറ്റാമിനുകളുടെ അളവ് ക്രമാതീതമായി കൂടുന്നതിനെ ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ 15 ജീവകങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതിൽ ഏതൊക്കെ ശരി നോക്കാം. ജീവകങ്ങൾ കണ്ടെത്തിയത് കാസിമിർ ഫങ്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോടാ? ജീവകങ്ങൾ കണ്ടെത്തിയ കാസിമിർ ഫങ്ക് ആണോ? അല്ല, ജീവകങ്ങൾ കണ്ടെത്തിയ കാസിമിർ ഫങ്ക് അല്ല. അദ്ദേഹം എന്താണ് പേരാണ് നൽകിയത്. ജീവകങ്ങൾ കണ്ടെത്തിയ ആരാണ്? ഫെഡറിക് ഹോപ്കിൻസ് ആണ്. ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയതാണ് കാസിമിർ ഫങ്ക്. കറക്റ്റ് ആണ്. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനുകളുടെ അളവ് ക്രമാതീതമായി കൂടുന്നതിന് ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറയുന്നു. കറക്റ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മൾ പറഞ്ഞു ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറഞ്ഞു. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ 15 ജീവകങ്ങളുണ്ടെന്ന് പറഞ്ഞു. 15 ആണോ? അല്ല. എത്രയുണ്ട? 13 നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാണ് ശരി നോക്കാം. 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലുണ്ട് നമ്മൾ ഓപ്ഷൻ ബി 2, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, സെറ്റാണ്. ജീവകങ്ങളുടെ ലയനത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീവകം എന്താണ്? ഒന്നാമത് ജീവകം BC കൊഴുപ്പിൽ ലയിക്കുന്നവ, ജീവകം ADEK ജലത്തിൽ ലയിക്കുന്നവ, ജീവകം ADEK കൊഴുപ്പിൽ ലയിക്കുന്നവ, പിന്നെ എന്താണ്? ജീവകം Bയും Cയും ജലത്തിൽ ലയിക്കുന്നവ. നമുക്ക് ആദ്യം നോക്കാം. ജീവകം BC കൊഴുപ്പിൽ ലയിക്കുന്നതാണ് പറയുന്നത്. തെറ്റാണ്, പറ്റില്ല. ഓക്കെ, എന്താണ്? BC എന്താണ്? നമ്മൾ കൊഴുപ്പിലല്ല ജലത്തിലാണ് ലയിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. അടുത്തെന്താണ്? ജീവകം ADEK എന്നിവ ജലത്തിൽ ലയിക്കുന്നവയാണ്. ആണോടാ? അല്ല. അവ എവിടെയാണ് ലയിക്കുന്നത്? കൊഴുപ്പിലാണ് ലയിക്കുന്നത്. ADEK അടക്കം പറഞ്ഞു. അതെന്താണ്? ജീവകം ADEK കൊഴുപ്പിൽ ലയിക്കുന്നവ. ഓക്കെ, നമ്മളെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. BC എന്താണ്? ജലത്തിൽ ലയിക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമ്മളെ 3, 4ഉമാണ് ശരി. നമ്മൾ ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ബി 3, 4ഉമാണ് ശരി. ജീവകം എയുടെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതിന് ശരിയല്ലാത്തത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കട്ടെ. നമുക്ക് പലപ്പോഴും നമുക്ക് എന്താണ് ആൻസർ അറിയാം. ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ നമുക്ക് പറ്റുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഇവിടെ ശരിയല്ലാത്തത് ശരിയായത് എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എന്താണ് ഇപ്പൊ ശരിയാണോ ശരിയല്ലേ എന്നുള്ളതാണ്. അവിടെ എന്താണ് നിങ്ങൾ പേന വെച്ച് എന്തോ ടിക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അത് സ്ട്രൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, അവിടെയാണ് നിങ്ങളെ മാർക്ക് പകുതിയും പോകുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂളായിട്ടിരുന്ന് വായിക്കുക. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അടുത്ത് എന്താണ് ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. പിന്നെ എന്താണ്? ജീവകം എയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണ്. ജീവകം എ കരളിൽ സംഭരിക്കപ്പെടുന്നു. പിന്നെ എന്താണ്? ബീറ്റാ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. ബീറ്റാ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. നമുക്ക് ശരിയല്ലാത്തതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്ടാ? ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. ഓക്കെ, ശരിയാണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണോ? അല്ല. അതാണ് അതിന്റെ അപര്യാപ്തത രോഗം നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയാണ്. സ്കർവി ഏതിന്റെ ഉണ്ടാ? സ്കർവി സിയുടെ ആണ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. ജീവകം എ കരളിൽ സംഭരിക്കപ്പെടുന്നു. ശരിയാണ്. ബീറ്റ കരോട്ടിൻ എന്നറിയപ്പെടുന്ന പ്രോ വൈറ്റമിൻ എ ആണ്. അതും ശരിയാണ്. അപ്പൊ എന്താണ്? ജീവകം എ നമ്മൾ ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമ്മൾ നോക്കുന്നത്. ജീവകം എ രാസനാമം റെറ്റിനോൾ തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് തെറ്റാണ്. സ്കർവി അല്ല. എന്താണ്? നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയാണ് അപര്യാപ്തത രോഗം. ജീവകം എ കരളിൽ സംഭരിക്കപ്പെടുന്നു. ബീറ്റ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നൊക്കെ അറിയപ്പെടുന്നു. നമ്മുടെ എന്താണ് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 2ആണ്. ഓക്കെ, സെറ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അവിടെ ഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ് നോക്കേണ്ടത്. ഇതിന്റെ രാസനാമം ടോക്കോഫെറോൾ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. 3 എന്താണ്? കുട്ടികളിൽ ഇതിന്റെ കുറവ് കാണാ അഥവാ റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നു. പച്ചക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഇതിന്റെ രാസനാമം ടോക്കോഫെറോൾ ആണോ? വൈറ്റമിൻ ഡിയുടെ രാസനാമം ടോക്കോഫെറോൾ അല്ല, കാൽസിഫെറോൾ ആണ്. അപ്പൊ എന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1 വരുന്ന ഇതൊക്കെ നമുക്ക് ഇത് വരില്ല, എ വരില്ല, സിയും വരില്ല. പിന്നെന്താണ്? അപ്പൊ എല്ലാം ശരിയാണെന്നുള്ളത് നമുക്ക് എന്താണ് ഓപ്ഷൻ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ പറ്റില്ല കേട്ടോ. അങ്ങനെ ഓപ്ഷൻ നമുക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചിലപ്പോൾ 2 ഒക്കെ അറിയാവും, 2 നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ നമുക്ക് എന്താണ് ചിലപ്പോൾ നമ്മൾ ഭാഗ്യം കണക്കിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് അവിടെ ഒരു എന്താണ് നമുക്കൊരു എക്സ്ട്രാ ഒരു ലക്ക് അവിടെ കിട്ടും. ചിലത് നമുക്ക് ആ കാര്യം അറിഞ്ഞാലേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് അല്ലാതെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ രാസനാമം ടോക്കോഫെറോൾ അല്ല. ടോക്കോഫെറോൾ ഈ ടോക്കൺ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഇയുടെ ആണ്. ഡിയുടെ ഏതാണ്? കാൽസിഫെറോൾ ആണ്. സൺഷൈൻ വൈറ്റമിൻ ആണ്.
ശരിയാണ്. കുട്ടികളിൽ എന്താണ് ഇതിന്റെ കുറവ് മൂലം കാണാതെ റിക്കറ്റ്സ് ഉണ്ടാകുന്നു. അപ്പൊ 2ഉം 3ഉം ആണ് എന്താണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തെന്താണ് ജീവകം ഇയുടെയും കെയുടെയും ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പറയുന്നത്. ജീവകം ഇ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ശരിയാണ്. ജീവകം ഇ എന്താണ്? ബ്യൂട്ടി ഇ. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം അന്ത്യതയാണ്. ഓക്കെ, ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവകം ഇ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം കെയുടെ രാസനാമം ഫിനോക്കിനോൾ, കെ ഫിനോക്കിനോൾ. ശരിയാണ്ട. അടുത്തെന്താണ്ട മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് വൈകിപ്പിക്കാൻ ജീവകം കെ സഹായിക്കുന്നു. അതാണോ നമ്മൾ പഠിച്ചത്? എന്താണ് മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് എന്താണ്? സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അപ്പൊ എന്താണ്ട ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം 3ഉം ആണ് ശരി. നമ്മുടെ ഓപ്ഷൻ എ ആണ് എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തെന്താണ് ജീവകം സിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് അതൊന്ന് വരച്ചിട്ടോ. ശരിയായതല്ല, ശരിയല്ലാത്തത് എന്താണ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. ഓക്കെ, ശരിയാണ്. ജീവകം സി എന്താണ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്, അതും ശരിയാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഇതിന്റെ അപര്യാപ്തത രോഗം എന്താണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ്. അതും അവിടെ ശരിയാണ്. പിന്നെന്താണ്ട പാലിലും മുട്ടയിലും ധാരാളമായി കാണപ്പെടുന്നു. അത് ശരിയാണോ? നമ്മുടെ പാലിലും മുട്ടയിലും എന്താണ് നമുക്ക് ലഭിക്കില്ല വൈറ്റമിൻ സി, നമ്മൾ പറഞ്ഞാണ്. അപ്പൊ എന്താണ് ശരിയല്ലാത്ത ഏതാണ്? 4 ശരിയല്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ B1 B2 എന്നിവയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ B1 ആണ് പറയുന്നത്. B1 എന്താണ്? B1ന്റെ അപര്യാപ്ത രോഗം ബെറിബെറിയാണ്. അരിയുടെ തവിളിൽ കാണപ്പെടുന്ന എന്താണ്? B1 ആണ്. ജീവകം B2 വിറ്റമിൻ ജി എന്നറിയപ്പെടുന്നു. അടുത്തെന്താണ്? സൂര്യപ്രകാശം അടിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ B1 എന്നാണ് പറഞ്ഞേക്കുന്നത്. B1 എന്താണ്? ബെറിബെറി തന്നെയാണ് അപര്യാപ്ത രോഗം. ഇത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തെന്താണ്? അരിയുടെ തവിളിൽ കാണപ്പെടുന്ന B1 ആണ്. ശരിയാണ്. പിന്നെന്താണ്ട ജീവകം B2 വിറ്റമിൻ ജി എന്നറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞാണ് നമ്മുടെ പാലിന് മഞ്ഞ നിറമൊക്കെ നൽകുന്നു. അടുത്ത എന്താണ്ട സൂര്യപ്രകാശം അടിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്നാണ് ചോദിക്കുന്നത്. സൂര്യപ്രകാശം അടിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ B1 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് B1 ആണോ? അല്ല. എന്താണ് ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ B2 ആണ് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഏതൊക്കെയാണ്? നമ്മുടെ 1ഉം 2ഉം 3ഉം എന്നീ പ്രസ്താവനകൾ ശരിയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ജീവകം B3 B9 എന്നിവയെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായതാണ് പറയാനുള്ളത്. B3 അഥവാ നിയാസിന്റെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അടുത്തെന്താണ്ട 4D സിൻഡ്രോം എന്നറിയപ്പെടുന്ന പെല്ലഗ്രയാണ്. അടുത്ത ജീവകം B9 അഥവാ ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് നൽകുന്ന ഒന്നാണ്. ജീവകം B9ന്റെ അപര്യാപ്ത രോഗം പെർനീഷ്യസ് അനീമിയാണെന്നാണ് 4 സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ജീവകം B3 നിയാസിന്റെ അപര്യാപ്തത രോഗം പെല്ലഗ്രയാണ്. ശരിയാണ്. 4D സിൻഡ്രോം എന്നാണ് പെല്ലഗ്ര അറിയപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. ജീവകം B9 അഥവാ ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് നൽകുന്നു. നമ്മൾ അത് പഠിച്ച കാര്യമുണ്ടോ? ഓക്കെ, ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്ട ജീവകം B9ന്റെ അപര്യാപ്ത രോഗം പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അത് തെറ്റാണ്. ഓക്കെ, പെർനീഷ്യസ് അനീമിയ അല്ല. ഏതാണ്ട് മെഗലോബ്ലാസ്റ്റിക് ആണ്. ഏതാണ്? B9 മെഗലോയാണ്. പെർനീഷ്യസ് ഏതാണ്ട B12 ആണ്. അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം 3ഉം ശരി. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്ട ജീവകം ബി കോംപ്ലക്സിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. എങ്ങനെയാണ്ട ശരിയല്ലാത്തതാണ് നോക്കേണ്ടത്. B5 പാന്തോതെനിക് ആസിഡ് എന്താണ് അറിയപ്പെടുന്നത്? ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ B5 അഥവാ പാന്തോതെനിക് ആസിഡ് ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. B5. അടുത്ത B7 അഥവാ ബയോട്ടിൻ BH എന്നറിയപ്പെടുന്നു. B6 അഥവാ പിരിഡോക്സിന്റെ അപര്യാപ്ത രോഗം ബെറിബെറിക്ക് കാരണമാകുന്നു. B12 കൊബാൾട്ട് എന്ന ലോഹം അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ജീവകം B5 പാന്തോതെനിക് ആസിഡ് ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് ശരിയാണ്. അടുത്ത B7 അഥവാ ബയോട്ടിൻ വിറ്റമിൻ H എന്നറിയപ്പെടുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. B6 അഥവാ പിരിഡോക്സിന്റെ അപര്യാപ്ത രോഗം ബെറിബെറി ആണോ? അല്ല, തെറ്റ്. അപ്പൊ എന്താണ് അതിൻ്റെ? അനീമിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. അനീമിയ. അടുത്തെന്താണ്? B12 കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ശരിയല്ലാത്തതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 3 ഇവിടെ തെറ്റായി വരുന്നത്. അപ്പൊ 3 തെറ്റായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി. അടുത്തേതാണ്ട നമ്മുടെ B12 അതിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിന്റെ രാസനാമം സൈനോകൊബാലമിൻ എന്നാണ്. അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ഇതിന്റെ അപര്യാപ്തത രോഗം എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണെന്ന് പറയുന്നു. ശരിയായതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ശരിയായത് ഞാൻ ഇവിടെ മാർക്ക് ഇട്ടു. ഇതിന്റെ രാസനാമം സൈനോകൊബാലമിൻ. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാണ്. അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അത് നമ്മൾ പറഞ്ഞാണ്, അനിമൽ വൈറ്റമിൻ ആണ്.
മഴവെള്ളത്തിൽ ലഭിക്കുന്നു, അതും ശരിയാണ്. അതെന്താണ്ടാ ഇതിന്റെ അവിരാത്ത രോഗം മെഗലോബ്ലാസ്റ്റിക് അല്ല. ഇതിന്റെ അവിരാത്ത രോഗം നമ്മൾ പറഞ്ഞു, ഇത് B9-ന്റെയാണ് മെഗലോബ്ലാസ്റ്റിക്. B12-ന്റെ ഏതാണ്ട പെർനീഷ്യസ് അനീമിയാണ്, പെർനീഷ്യസ് അനീമിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ശരിയായത് കണ്ടെത്തുക? 1, 2, 3 ശരി. ഏതാണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ നോക്കിയത്? നമ്മൾ വൈറ്റമിൻസിന്റെ എന്താണ് ഒട്ടനവധി ഇമ്പോർട്ടൻസ് പോയിന്റ് നോക്കി. എല്ലാം നമ്മൾ എന്താണ് SCRT പാഠഭാഗം ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അത്രയും നമ്മൾ പറഞ്ഞു പോയത്, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. പിന്നെ എന്താണ് നമ്മൾ കുറച്ച് എന്താണ് അതിൽ വന്ന 3 PYQ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ നോക്കി എന്താണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താണ് ഇത് നല്ല റിപ്പീറ്റ് അടിച്ച് പഠിച്ചോളാം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലബസിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇനി എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.